മാറ്ററിനെ കുറിച്ച് നിങ്ങൾ വളരെ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വന്നിട്ടുണ്ട്. മാറ്ററിനെ മലയാളത്തിൽ നിങ്ങൾ ദ്രവ്യം എന്നാണ് വിളിച്ചു പോന്നിട്ടുള്ളത്. അതിൻ്റെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ എക്സ്റ്റേണൽ അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ് മാറ്റർ എന്നും എങ്ങനെയാണ് കെമിക്കലി അതിൻ്റെ ഇൻറ്റേർണൽ നാച്ചുറിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യുക എന്നുമാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം നമുക്ക് മാറ്ററിനെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ, നിങ്ങൾ, ഈ കാണുന്ന പേന, ബോർഡ്, എവറിത്തിങ് അറൗണ്ട് അസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് മാറ്റർ. മാറ്ററിൻ്റെ പഴയ ഡെഫിനിഷനാണത്. നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാം മാറ്ററാണ്. നമുക്ക് ചുറ്റുമുള്ള എല്ലാം മാറ്ററാണെന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു വലിയ പ്രോബ്ലം, നമുക്ക് ചുറ്റും നമുക്ക് ഫീൽ ചെയ്യുന്ന പലതും ഉണ്ട്. ചൂടുണ്ട്, തണുപ്പുണ്ട്, വെളിച്ചമുണ്ട്. ഇതൊന്നും പക്ഷേ മാറ്റർ അല്ല. അപ്പോൾ എങ്ങനെ ഡിഫൈൻ ചെയ്യാം നമുക്ക് മാറ്ററിനെ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാം മാറ്ററാണെന്ന് പറയാൻ പറ്റില്ല. മാറ്റർ അല്ലാത്ത പലതും നമുക്ക് ചുറ്റുമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ചൂട്, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ മാറ്റർ അല്ല. എന്താണ് ഒരു മെറ്റീരിയൽ പാർട്ടിക്കിളും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം? ദാറ്റ് മീൻസ് ഈ പേനയും ഈ മാർക്കറും ടെമ്പറേച്ചറും തമ്മിൽ എന്താണ് ഡിഫറൻസ് ഉണ്ടാവുക? മാർക്കറിന് നിൽക്കാൻ ഒരു സ്പെസിഫിക്കായ സ്ഥലം വേണം. മാറ്ററിന് നിൽക്കാനൊരു സ്പേസ് ആവശ്യമുണ്ട്. ടെമ്പറേച്ചർ നിൽക്കാൻ സ്പേസ് വേണ്ട. അങ്ങനെ വരുമ്പോൾ മാറ്റർ സ്പേസിൽ നിൽക്കുന്ന എന്തോ ഒന്നാണ്. സ്പേസിൽ നിൽക്കുന്ന എന്തോ ഒന്നാണ് ഹാവിങ് എ ഫിക്സഡ് മാസ്. ഇതിനൊരു മാസ് ഉണ്ട്, ടെമ്പറേച്ചറിന് മാസ് ഇല്ല. അപ്പോൾ ടെമ്പറേച്ചറും ഈ പേനയും തമ്മിലുള്ള ഡിഫറൻസ്, ടെമ്പറേച്ചറിന് മാസ് ഇല്ല, ഇതിന് മാസ് ഉണ്ട്. ഇതിന് നിൽക്കാനൊരു സ്പേസ് വേണം, ടെമ്പറേച്ചറിന് നിൽക്കാൻ സ്പേസ് വേണ്ട. അങ്ങനെ വരുമ്പോൾ സ്പേസിൽ നിൽക്കുന്ന മാസുള്ള എന്തോ ഒന്നാണ് മാറ്റർ എന്ന് പറയാം. പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നം, എങ്ങനെ ഡിഫൈൻ ചെയ്യാം മാറ്ററിനെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മാറ്ററിനെ ഫീൽ ചെയ്യുന്നു എന്നാണ്. രണ്ട് രീതിയിലാണ് ഒരു വസ്തു നമ്മൾക്ക് ഫീൽ ചെയ്യുക. ഒന്നുകിൽ നമുക്ക് അയാളെ കണ്ടു മനസ്സിലാക്കാം, അല്ലെങ്കിൽ തൊട്ടു നോക്കാം. കണ്ടു മനസ്സിലാക്കുക റിലേറ്റീവ്ലി ഡിഫിക്കൽട്ടാണ്. കാരണം ഒരുപാടേറെ ഗ്യാസ് പാർട്ടിക്കിളുകൾ നമ്മൾക്ക് ചുറ്റുമുണ്ട്. ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഈ കാണുന്ന എയർ ഉണ്ട്. ഇതൊക്കെ മാറ്ററാണ്, ബട്ട് ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെയുള്ളൊരു മെത്തേഡ് തൊട്ടു നോക്കുക എന്നതാണ്. നിങ്ങളൊരു മെറ്റീരിയൽ പാർട്ടിക്കിളിനെ തൊടുമ്പോൾ നിങ്ങൾ തൊടുന്നതായി അയാൾക്കും നിങ്ങൾക്കും ഫീൽ ചെയ്യും. ദാറ്റ് മീൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റായ ഒന്ന് നിങ്ങൾക്ക് നേരെയും വരുന്നുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് എഗെയിൻസ്റ്റ് എന്ന് മാത്രമല്ല, നിങ്ങൾ ഇയാളെ അമർത്തി തൊടുന്ന സമയത്ത് ഇയാൾ നിങ്ങളെ അമർത്തി തൊടുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ദാറ്റ് മീൻസ് അപ്ലൈഡ് ഫോഴ്സിന് എഗെയിൻസ്റ്റാണ്, അതേപോലെ ഈക്വലുമാണ്. എത്രമാത്രം നന്നായി ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നോ അത്രമാത്രം അയാൾ നമ്മളെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് സോളിഡ് ആയാലും അതെ. ഇപ്പോൾ ലിക്വിഡ് പാർട്ടിക്കിളാണെന്ന് വിചാരിക്കും, ഒഴുകി വരുന്ന ഒരു വെള്ളത്തിന് മേൽ നിങ്ങൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെള്ളം നിങ്ങളുടെ മേലും പ്രഷർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈവൻ ഗ്യാസ് പാർട്ടിക്കിൾ ആയാൽ പോലും എയറിനെ നിങ്ങൾ പതുക്കെ തൊടുന്ന സമയത്ത് നിങ്ങൾ പതുക്കെ തൊടുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എയറിന് മേൽ നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എയറിൻ്റെ പ്രസൻസ് നിങ്ങൾ ശരിക്കും അറിയുന്നുണ്ട്. സോളിഡ് ആയാലും ലിക്വിഡ് ആയാലും ഗ്യാസ് ആയാലും നിങ്ങൾ അയാളുടെ മുകളിൽ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ അയാൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നമ്മൾക്ക് മാറ്ററിനെ സ്പേസിൽ നിൽക്കുന്ന എന്തോ ഒന്നാണ്, അയാൾക്കൊരു ഡെഫിനിറ്റായ മാസ് ഉണ്ട്, പ്ലസ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിനെ അയാൾ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം മാറ്ററിനെ നമ്മൾക്ക് സംതിങ്, എന്തോ ഒന്ന്, വിച്ച് ഓക്യുപ്പൈസ് ഇൻ സ്പേസ്, സ്പേസിൽ നിൽക്കുന്ന എന്തോ ഒന്ന് ഹാവിങ് ഡെഫിനിറ്റ് മാസ് ആൻഡ് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് സ്ട്രെസ് എന്ന് ഡിഫൈൻ ചെയ്യാം. സിംപ്ലി മാറ്റർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് something which occupies in space, having definite mass and it can produce resistance against stress എന്ന് ഡിഫൈൻ ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാറ്ററിനെ കെമിക്കലി ക്ലാസിഫൈ ചെയ്യുക എന്നതാണ്. ഇപ്പോൾ എയർ മാറ്ററാണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പാത്രത്തിനകത്ത് നമ്മൾ എയറിനെ എടുത്തു വെക്കുന്നു. എയറിനകത്ത് പലതും ഉണ്ട്. നമുക്കറിയാം, ഓക്സിജൻ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, നമുക്ക് പരിചയമില്ലാത്ത പല ഗ്യാസുകളും മേ ബി ഉണ്ടാവാം, പ്ലസ് ഡസ്റ്റ് പാർട്ടിക്കിളുകളുണ്ട്, പൊടിയുണ്ട്, പലതും ഉണ്ട് എയറിനകത്ത്. അത്തരം എയറിനെ എടുത്ത്, ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് എയറിനെ എടുത്ത് നമ്മളൊരു പാത്രത്തിൽ വെച്ചു. അതിനകത്തുള്ള ഏതെങ്കിലും ഒരൊറ്റ ടൈപ്പ് ഓഫ് ഗ്യാസിനെ, ഫോർ എക്സാമ്പിൾ ഓക്സിജൻ ആണെന്ന് വിചാരിക്കും, ഓക്സിജനെ മാത്രം എടുത്ത് ഞാൻ മറ്റൊരു പാത്രത്തിലും വെച്ചു. രണ്ട് പാത്രം, ഒന്നാമത്തെ പാത്രത്തിൽ കുറച്ച് എയറുണ്ട്, രണ്ടാമത്തെ പാത്രത്തിൽ ഓക്സിജൻ ഉണ്ട്. നമുക്കറിയാം ഓക്സിജനും മാറ്ററാണ്, എയറും മാറ്ററാണ്. എന്താണ് എയറിനെ വെച്ച പാത്രവും ഓക്സിജനെ വെച്ച പാത്രവും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഓക്സിജനെ വെച്ച പാത്രത്തിനകത്ത് ഓക്സിജൻ മാത്രമേ ഉള്ളൂ, ബട്ട് എയറിനെ വെച്ച പാത്രത്തിനകത്ത് ഓക്സിജനും നൈട്രജനും ഹൈഡ്രജനും അങ്ങനെ പലരും ഉണ്ട്.
അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾക്ക് മാറ്ററിനെ ഇൻറ്റേർണലി മാറ്ററിനെ ചെക്ക് ചെയ്താൽ ഒന്നുകിൽ മാറ്റർ ഓക്സിജൻ നിൽക്കുന്ന പോലെ ഒറ്റയ്ക്ക് നിൽക്കും, അല്ലെങ്കിൽ മാറ്ററിൻ്റെ കൂടെ പലരും ഉണ്ടാവും. ഒരുപാട് ആളുകൾ കൂടിച്ചേർന്ന സാധനത്തെയാണ് നമ്മൾ മിക്സ്ചർ എന്ന് പേര് വിളിക്കുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ, ആരും അയാളോട് കലർന്നിട്ടില്ല എങ്കിൽ അയാളൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയാം. അപ്പോൾ മാറ്ററിനെ നമ്മൾക്ക് രണ്ടായി തിരിക്കാം. ഒന്നുകിൽ മാറ്റർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ അയാൾ ഒരു മിക്സ്ചർ ആയിരിക്കും. അപ്പോൾ എയർ ഒരു മിക്സ്ചറാണ്, ഓക്സിജൻ ഇറ്റ് സെൽഫ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഓക്സിജൻ പ്യുവറാണ്, നൈട്രജൻ പ്യുവറാണ്, ഈവൻ വാട്ടർ പോലും പ്യുവറാണ്. വാട്ടർ എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു ധാരണ അതിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് എന്നാണ്. പക്ഷേ നിങ്ങൾക്കറിയാം, വാട്ടറിനകത്ത് ഹൈഡ്രജനും ഓക്സിജനും ഇല്ല. ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നാണ് വെള്ളമുണ്ടായത്. ഇനി വെള്ളത്തെ ഡീകമ്പോസ് ചെയ്യിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലക്ട്രോളിസിസ് ഒക്കെ നടത്തി ഹൈഡ്രജനെയും ഓക്സിജനെയും ഉണ്ടാക്കാം. പക്ഷേ അയാൾ വാട്ടറായി നിൽക്കുമ്പോൾ അയാൾ വാട്ടർ മാത്രമാണ്. വാട്ടറിനകത്ത് ഹൈഡ്രജനും ഇല്ല, ഓക്സിജനും ഇല്ല. അപ്പോൾ വാട്ടർ ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്, അതിനകത്ത് കാർബൺ ഇല്ല. സൾഫർ ഡൈ ഓക്സൈഡ്, അമോണിയ. അപ്പം നമ്മൾ ഈ പറയുന്ന ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ എല്ലാ എലമെൻറ്റുകളും ഒരൊറ്റ ടൈപ്പ് ആറ്റം കൂടിച്ചേർന്നുണ്ടാവുന്ന മോളിക്യൂളുകളൊക്കെ നമ്മൾക്ക് എലമെൻറ്റുകൾ എന്ന് പേര് വിളിക്കാം. ഹൈഡ്രജൻ എലമെൻ്റാണ്, നൈട്രജൻ എലമെൻ്റാണ്, കാർബൺ എലമെൻ്റാണ്. ഈ പറയുന്ന എല്ലാ എലമെൻറ്റുകളും പ്യുവറാണ്. വാട്ടറിനെ പോലെ, കാർബൺ ഡൈ ഓക്സൈഡിനെ പോലെ, അമോണിയെ പോലെ ഡിഫറൻറ്റ് ടൈപ്പ് ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ടുകളും പ്യുവറാണ്. അപ്പം നമ്മൾ പ്യുവർ സബ്സ്റ്റൻസിനെ വീണ്ടും രണ്ടായി തിരിക്കുന്നു. പ്യുവർ സബ്സ്റ്റൻസ് എലമെൻറ്റും ആവാം, കോമ്പൗണ്ടും ആവാം. അറ്റ് ഫസ്റ്റ് മാറ്ററിനെ നമ്മൾ കെമിക്കലി രണ്ടായി ക്ലാസിഫൈ ചെയ്തു, പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചർ. പ്യുവർ സബ്സ്റ്റൻസിനകത്ത് ഒറ്റ ടൈപ്പ് സബ്സ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇറ്റ് കണ്ടെയ്ൻസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ്. Then mixture, it contains more than one type of substances. Pure substanceനെ വീണ്ടും നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. It may be elementum ആവാം, compound ആവാം. Elements contains only one type of atoms. Hydrogen, nitrogen, oxygen അവരൊക്കെ elements ആണ്. Compounds contains more than one type of atoms. Ammonia, carbon dioxide, water, sulfur dioxide ഇവരൊക്കെ കോമ്പൗണ്ട്സും ആണ്. ഇനി പ്യുവർ സബ്സ്റ്റൻസ് നമുക്ക് മാറ്റിവെക്കാം. നമുക്ക് മിക്സ്ചറിലേക്ക് വരാം. നമ്മൾ പറഞ്ഞു എയർ ഒരു മിക്സ്ചറാണ് എന്ന്. എനിക്കിവിടെ നിന്ന് കിട്ടുന്ന എയറും നിങ്ങൾക്ക് കിട്ടുന്ന എയറും സെയിം ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എയറിനകത്ത് നൈട്രജൻ്റെ കോമ്പോസിഷൻ കുറച്ചുകൂടെ കൂടുതലാണ്, 78% നൈട്രജൻ ഉണ്ടെന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മുറിയിൽ നിറയെ നൈട്രജൻ നമുക്ക് കാണാൻ പറ്റുമോ? ഒരു സ്ഥലത്ത് ഞാനിവിടെ നിന്ന് പറയാൻ പറ്റുമോ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് നിറയെ ഓക്സിജൻ ആയിരിക്കും, ഞാനിരിക്കുന്ന സ്ഥലത്ത് നിറയെ നൈട്രജൻ ആയിരിക്കും? അങ്ങനെയല്ല എയറിൻ്റെ പ്രൊപ്പോർഷൻ. എനിക്കിവിടെ നിന്ന് കിട്ടുന്ന എയറിൻ്റെ കോമ്പോസിഷൻ എന്താണോ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന എയറിൻ്റെയും കോമ്പോസിഷൻ. അപ്പോൾ എല്ലായിടത്തും ഒരേ കോമ്പോസിഷനിലാണ് എയർ ഉള്ളത്. നേരെ മറിച്ച് ഇവിടെ നിന്ന് കുറച്ച് ഡസ്റ്റ് പാർട്ടിക്കിളിനെ, പൊടി ഞാൻ എയറിലേക്ക് വിതറുന്നു എന്ന് വിചാരിക്കും. ഈ പൊടി എൻ്റെ ചുറ്റിലും മാത്രമേ ഉള്ളൂ. ഞാനിവിടുന്ന് പൊടി വിതറുമ്പോൾ നിങ്ങൾക്ക് പൊടി കിട്ടുന്നില്ല. ഞാനിവിടെ നിന്ന് തീയിട്ടിട്ട് എയറിലേക്ക് സ്മോക്ക് പോകുന്നുണ്ട്, പുക പോകുന്നുണ്ടെന്ന് വിചാരിക്കും. എനിക്ക് മാത്രമേ പുകയൂ, ആ പുക നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഡസ്റ്റ് ഇൻ എയറിൻ്റെ കോമ്പോസിഷൻ എനിക്കും നിങ്ങൾക്കും സെയിം അല്ല. സ്മോക്ക് ഇൻ എയറിൻ്റെ കോമ്പോസിഷൻ എനിക്കും നിങ്ങൾക്കും സെയിം അല്ല. അപ്പം മിക്സ്ചർ രണ്ട് വിധമാണ്. ഒന്നുകിൽ അയാളുടെ കോമ്പോസിഷൻ എല്ലായിടത്തും സെയിം ആയിരിക്കും, എയർ പോലെ, അല്ലെങ്കിൽ ഇവിടെയും അവിടെയും ഡിഫറൻ്റ് ആയിരിക്കും, ഡസ്റ്റ് ഇൻ എയർ പോലെ, എയറിൽ ചെല്ലുന്ന പൊടി പോലെ. കോമ്പോസിഷനെ ബേസ് ചെയ്തുകൊണ്ട് എല്ലായിടത്തും ഒരേ കോമ്പോസിഷൻ ആണെങ്കിൽ ഹോമോജീനിയസ് ആണെന്നും ഡിഫറൻറ്റ് കോമ്പോസിഷൻ ആണെങ്കിൽ ഹെറ്ററോജീനിയസ് ആണെന്നും പറയാം. അപ്പോൾ മിക്സ്ചർ രണ്ട് വിധം, ഹോമോജീനിയസ് മിക്സ്ചറും ഹെറ്ററോജീനിയസ് മിക്സ്ചറും. എയർ ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്, ബട്ട് ഡസ്റ്റ് ഇൻ എയറും സ്മോക്ക് ഇൻ എയറും ഹെറ്ററോജീനിയസ് മിക്സ്ചറാണ്. ഇപ്പോൾ ഷുഗർ സൊല്യൂഷൻ എടുക്കുന്നു, പഞ്ചസാര വെള്ളം. പഞ്ചസാരയെ നന്നായി വെള്ളത്തിൽ കലക്കിയിട്ട് മുകളിൽ നിന്ന് കുടിച്ചു നോക്കിയാലും അടിയിൽ നിന്ന് കുടിച്ചു നോക്കിയാലും ഒരേ മധുരമായിരിക്കും. അതേപോലെ ഉപ്പുവെള്ളം എല്ലായിടത്തും ഒരേ ടേസ്റ്റ് ആയിരിക്കും. നേരെ മറിച്ച് ഞാൻ ചോക്ക് പിടിച്ച് വെള്ളത്തിലിട്ട് കലക്കി ചോക്കിൻ വാട്ടർ ഉണ്ടാക്കുന്നു, എല്ലായിടത്തും ഒരേ കോമ്പോസിഷൻ ആയിരിക്കില്ലല്ലോ. അപ്പോൾ ചോക്കിൻ വാട്ടർ ഒരു ഹെറ്ററോജീനിയസ് മിക്സ്ചറാണ്, ബട്ട് ഷുഗർ സൊല്യൂഷൻ, ഷുഗർ ഇൻ വാട്ടർ, അതേപോലെ ഉപ്പുവെള്ളം, ഇതൊക്കെ ഹോമോജീനിയസ് മിക്സ്ചറാണ്. ഒരിക്കൽ കൂടെ മാറ്ററിനെ നമ്മൾ കെമിക്കൽ നാച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ആദ്യം രണ്ടായി ക്ലാസിഫൈ ചെയ്തു, പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചറും. പ്യുവർ substance contains only one type of substance, but mixture contains more than one type of substance. Pure substanceനെ വീണ്ടും നമ്മൾ രണ്ടായി തിരിച്ചു, എലമെൻസും കോമ്പൗണ്ട്സും. Elements contains only one type of atoms, compounds contains more than one type of atoms. Then mixture, it contains more than one type of substances. Then it can be classified into two,
ഹോമോജീനിയസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസ് മിക്സ്ചറിന് എല്ലായിടത്തും ഒരേ കോമ്പോസിഷനാണ്, ബട്ട് ഹെറ്ററോജീനിയസ് മിക്സ്ചറിന് ഡിഫറെൻറ്റ് കോമ്പോസിഷനാണ്. സിംപ്ലി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കൊരു ചാർട്ട് വരക്കാം. അതിലൂടെ നമുക്ക് ആ കോൺസെപ്റ്റ് ഈസിയായി പറഞ്ഞു പോവാം. അപ്പോൾ ഈ ചാർട്ടിലൂടെ നമ്മളുടെ ആദ്യ ഭാഗം വൈൻഡപ്പ് ചെയ്യുന്നു. മാറ്റർ, it can be defined as something which occupies in space, having definite mass and it can produce resistance against stress. Then അതിൻ്റെ കെമിക്കൽ നാച്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. മാറ്റർ ക്യാൻ ബി കെമിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ദേ ആർ പ്യുവർ സബ്സ്റ്റൻസസ് ആൻഡ് മിക്സ്ചർ. Pure substances contains only one type of substances. It is of two type, elements and compounds. Elements contains only one type of atoms. For example, hydrogen, nitrogen, carbon, etc. Compounds contains more than one type of substances. More than one type of atoms. For example, H2O, NH3, CO2, etc. Then mixture, it contains more than one type of substances. It is of two type, homogeneous mixture and heterogeneous mixture. Homogeneous mixture has uniform composition throughout. For example, air, sugar solution, etc. Heterogeneous mixture has non-uniform composition throughout. For example, dust in air, chalk in water, etc. ഇനി നമ്മൾ പോകുന്നത് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് എന്ന പാർട്ടിലേക്കാണ്. കെമിക്കൽ കോമ്പിനേഷൻ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം, കെമിക്കലി കമ്പൈൻ ചെയ്യുന്നു, കൂടിച്ചേരുന്നു. റിയാക്ഷനെ കുറിച്ചുള്ള, കെമിക്കൽ റിയാക്ഷനുകളെ കുറിച്ചുള്ള പഴയ കോൺസെപ്റ്റാണത്. രണ്ടുപേർ കൂടിച്ചേർന്നാണ് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് എന്ന്. അങ്ങനെ കൂടിച്ചേർന്നുള്ള കെമിക്കൽ റിയാക്ഷനുകൾ കണ്ടുപിടിക്കപ്പെട്ട കാലത്ത് ആ റിയാക്ഷനുകളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പല സയൻറ്റിസ്റ്റുകളും പ്രപ്പോസ് ചെയ്ത ലോസാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 4 ലോസ്: ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, law of multiple proportion and law of gaseous volumes. ആദ്യത്തെ ലോയിലേക്ക് പോവാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. കെമിസ്ട്രിയിലെ ഏറ്റവും പഴക്കം ചെന്ന ലോകളിൽ ഒന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. കെമിസ്ട്രിയുടെ ചരിത്രത്തിൽ ഏറ്റവും പഴയ ഒരു സയൻറ്റിസ്റ്റുമാണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ പലപ്പോഴായി പഠിച്ചു പോയ പേരാണ് ലവൂസിയർ. ഹി ഈസ് ദ ഫാദർ ഓഫ് കെമിസ്ട്രി. ഓർമ്മിക്കണം, എൻട്രൻസ് എക്സാമിന് മെഡിക്കലിന് മുമ്പ് ചോദിച്ച ചോദ്യമാണ് ഫാദർ ഓഫ് കെമിസ്ട്രി ലവോസിയർ. നമുക്ക് കൺസർവേഷൻ ഓഫ് മാസിലേക്ക് വരാം. ഏതെങ്കിലും ഒരു കെമിക്കൽ റിയാക്ഷൻ എടുക്കുക, സിമ്പിളായ ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ്. ഫോർ എക്സാമ്പിൾ, കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ നമ്മൾ എടുത്തു. ഇതിൽ കാർബണിൻ്റെ മാസ് 12 ഗ്രാം, 12 ഗ്രാം. ഓക്സിജൻ്റെ മാസ് 32 ഗ്രാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 12 + 32 44 ഗ്രാം. ഹിയർ റിയാക്റ്റൻറ്റിൻ്റെ മാസ് എത്രയായിരിക്കുമെന്ന് നോക്കിയാൽ, മാസ് ഓഫ് റിയാക്റ്റൻറ്റ് ഈക്വൽ ടു 12 + 32 44 ഗ്രാം. അത് തന്നെയാണ് പ്രൊഡക്റ്റിൻ്റെ മാസും. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 44 ഗ്രാം എന്ന് പറയാം. റിയാക്റ്റൻറ്റിൻ്റെ മാസ് അതേപോലെ പ്രൊഡക്റ്റിലും ഉണ്ട്. നിങ്ങൾക്കറിയാം, കാർബൺ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്, ഖരാവസ്ഥയിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്യാസാണ്. കാർബണുമായി ഒരുതരം ക്യാരക്ടറിസ്റ്റിക് സിമിലാരിറ്റിയും കാർബൺ ഡൈ ഓക്സൈഡിനില്ല. എന്നിട്ടും കാർബണിൽ നിന്ന് തികച്ചും ഡിഫറൻ്റായ, ഓക്സിജനിൽ നിന്ന് തികച്ചും ഡിഫറൻ്റായ ക്യാരക്ടറുള്ള ഒരാളായിട്ട് പോലും കാർബണിൻ്റെയും ഓക്സിജൻ്റെയും മാസ് ഒരിത്തിരി പോലും കുറയാതെ അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിലുണ്ട്. അതുകൊണ്ടാണ് ഈ ലോയിനെ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. കൺസർവ് ചെയ്യുക മീൻസ് സംരക്ഷിക്കുക. എനർജി കൺസർവേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നാച്ചുറൽ കൺസർവേഷൻ പ്രകൃതി സംരക്ഷണം പഠിച്ചിട്ടുണ്ട്. മാസ് അതേപോലെ സംരക്ഷിക്കപ്പെടുന്നു. മാസ് ഒരിത്തിരി പോലും കുറയുന്നില്ല. മാസ് ഒരിത്തിരി പോലും കുറയുന്നില്ലെന്ന് മാത്രമല്ല പറയേണ്ടത്, ഒരിത്തിരി പോലും മാസ് കൂടുന്നുമില്ല. മാസ് കുറയുകയോ മാസ് കൂടുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെയും ഓക്സിജൻ്റെയും ഉള്ളിലെ മാസ് ഉള്ള ഒന്ന് കുറഞ്ഞു പോവാതെ കാർബൺ ഡൈ ഓക്സൈഡിലും പ്രസൻ്റ് ആണെന്നാണ് അതിനർത്ഥം. മാസുള്ള ഒന്നിൻ്റെ പേരാണ് മാറ്റർ എന്ന് അല്പം മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആവുമ്പോൾ മാസ് ഒരിത്തിരി പോലും കുറഞ്ഞു പോകുന്നില്ല. മീൻസ് മാസുള്ള ഇതിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന മാറ്റർ അല്പം പോലും കുറയാതെ കാർബൺ ഡൈ ഓക്സൈഡിലും ഉണ്ടെന്ന് പറയാം.
അപ്പം മാസ് അല്ല കൺസേർവ്ഡ് ആവുന്നത്, മാറ്ററാണ് സത്യത്തിൽ കുറഞ്ഞു പോവാതെ കാർബണിലും ഓക്സിജനിലും ഉള്ള പോലെ കാർബൺ ഡൈ ഓക്സൈഡിലും നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ നിങ്ങൾക്ക് മാറ്ററിനെ നശിപ്പിക്കാനോ മാറ്ററിനെ ഉണ്ടാക്കാനോ കഴിയില്ല എന്ന് ഡിഫൈൻ ചെയ്യാം. മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ കഴിയില്ല. സിമ്പിളാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഒരിക്കൽ കൂടെ പ്രപ്പോസ്ഡ് ബൈ ലവൂസിയർ. ഹി ഈസ് ദ ഫാദർ ഓഫ് കെമിസ്ട്രി. ദെൻ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, according to law of conservation of mass, matter can neither be created nor be destroyed during a chemical reaction. For example, consider the reaction C plus O2 gives CO2. Here mass of reactant is equal to mass of product is equal to 44 gram. That is, total mass is conserved. അടുത്ത law of definite proportion. Proportion means composition, റേഷ്യോ, മലയാളത്തിൽ അനുപാതം എന്നൊക്കെ പറയാം പ്രൊപ്പോർഷനെ. ഡെഫിനിറ്റ് ആവുക മീൻസ് ഫിക്സഡ് ആവുക, കോൺസ്റ്റൻ്റ് ആവുക, മലയാളത്തിൽ സ്ഥിരമാവുക എന്നൊക്കെ പറയാം. അതുകൊണ്ട് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനെ നമ്മൾ ലോ ഓഫ് കോൺസ്റ്റൻ്റ് കോമ്പോസിഷൻ എന്നും പേര് വിളിക്കും. പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് ഓർമ്മിക്കണം, ജോസഫ് പ്രോസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ലോയിലേക്ക് വരാം. സിമ്പിളായ ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. ഈ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിനെ ഞാനൊരു പാത്രത്തിലാക്കി ഇതിനു മുകളിൽ 1 എന്ന് ലേബൽ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു പെട്ടിയിൽ കാർബണിനെയും ഓക്സിജനെയും കമ്പൈൻ ചെയ്യിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കി അവിടെ വെച്ചു. എന്നിട്ട് നമുക്ക് സൗകര്യമുള്ള മറ്റേതെങ്കിലും മെത്തേഡിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രൊഡ്യൂസ് ചെയ്യാം. ഏത് ഹൈഡ്രോ കാർബണിനകത്ത് കാർബണോ ഹൈഡ്രജനോ ഉള്ളത്, അതുകൊണ്ട് തന്നെ അതിലൂടെ ഓക്സിജൻ കടത്തി വിട്ടാൽ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ്റെ ഓക്സൈഡായ വാട്ടറും ഉണ്ടാവും. ഏത് ഹൈഡ്രോ കാർബണിന് ഓക്സിജൻ ഉപയോഗിച്ച് കത്തിച്ചാലും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം. ഫോർ എക്സാമ്പിൾ, സിമ്പിൾ ഹൈഡ്രോ കാർബൺ മീഥേൻ ആണെന്ന് വിചാരിക്കുക. CH4നെ ഓക്സിജനുമായി ട്രീറ്റ് ചെയ്യിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാക്കുന്നു. H4 ആയതുകൊണ്ട് ഇവിടെ 2 H2, 2 ഓക്സിജനും 2O2, CH4 പ്ലസ് 2O2 gives CO2 പ്ലസ് 2H2. മറ്റൊരു മെത്തേഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കി ഇയാളെയും ഒരു പെട്ടിയിൽ വെച്ച് ഇതിനു മുകളിൽ 2 എന്ന് ലേബൽ ചെയ്തു. ഒരു ബന്ധവുമില്ലാത്ത 2 മെത്തേഡിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉണ്ടാക്കി 2 പെട്ടികളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, സാമ്പിൾ 1 ആൻഡ് സാമ്പിൾ 2. എന്നിട്ട് ഒന്നാമത്തെ പെട്ടിയിൽ ചെന്ന് നോക്കി. ഇതിനകത്തെ കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഉണ്ട്, ഓക്സിജനുമുണ്ട്. കാർബണിൻ്റെ മാസ് ഇവിടെ 12 ഗ്രാമാണ്, ഓക്സിജൻ്റെ മാസ് 32 ഗ്രാമാണ്. ദെർഫോർ കാർബണും ഓക്സിജനും തമ്മിൽ മാസിൽ നിലനിൽക്കുന്ന റേഷ്യോ 12:32 ആണെന്ന് ഡിറ്റക്ട് ചെയ്തു. ഇനി നമ്മൾ രണ്ടാമത്തെ പെട്ടിയിലേക്ക് പോയി. അതിലുള്ളത് കാർബണും ഓക്സിജനുമാണ്. കാർബണും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ 12:32 ആണ്. ഇനി മറ്റേതെങ്കിലും മെത്തേഡിൽ ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കിയിട്ട് ഒരു പെട്ടിയിൽ വെച്ചാലും ഞാൻ പറയും മുമ്പേ നിങ്ങൾക്കറിയാം അതിനകത്ത് ഉണ്ടാവുക കാർബൺ ഓക്സിജനുമാണ്. കാർബൺ ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ 12:32 ആണ്. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നത് പ്രധാനമേ അല്ല. ഉണ്ടാക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിനാണെങ്കിൽ അതിനകത്ത് കാർബണും ഓക്സിജനുമാണ് ഉണ്ടാവുക. അവർ തമ്മിലുള്ള റേഷ്യോ 12:32 എന്ന സെയിം റേഷ്യോ ആണ്. സെയിം ആണെന്ന് മാത്രമല്ല, ഇത് അല്പം കഴിഞ്ഞാൽ മാറുമൊന്നുമില്ല. ഈ റേഷ്യോ ഫിക്സഡുമാണ്. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് സെയിം ആണെങ്കിൽ അതിലുള്ള എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. ആ എലമെൻസിനിടയിൽ നിലനിൽക്കുന്ന മാസിലുള്ള റേഷ്യോ സെയിമും ആണ്, ഫിക്സഡും ആണ്. സിംപ്ലി സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെൻറ്റ്സ്. ഒരേ കോമ്പൗണ്ട് ആണെങ്കിൽ അതിനകത്ത് ഒരേ എലമെൻ്റ് ആയിരിക്കും. സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെൻറ്റ്സ് വിച്ച് ദാറ്റ് എലമെൻറ്റ്സ് കമ്പൈൻഡ് ടുഗദർ. ആ എലമെൻ്റ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഇൻ ദ സെയിം മാത്രമല്ല സെയിം ഫിക്സഡ് റേഷ്യോ ഓർ പ്രൊപ്പോർഷൻ ബൈ മാസ്. ഒരിക്കൽ കൂടെ, സെയിം കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് സെയിം എലമെൻറ്റ്സ് വിച്ച് കമ്പൈൻ ടുഗദർ ഇൻ ദ സെയിം ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. നമ്മൾ ഈ ലോ വൈൻഡപ്പ് ചെയ്യുന്നു. ഒരിക്കൽ കൂടെ, ലോയുടെ പേര് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് കോൺസ്റ്റന്റ് കോമ്പോസിഷൻ, പ്രപ്പോസ്ഡ് ബൈ
Joseph Proust, according to law of definite proportion, same compound always contains. വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കൂടെ പറയാം. സൾഫർ ഡൈ ഓക്സൈഡ്. നിങ്ങൾക്ക് ഏത് മെത്തേഡിലും സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കാം. സൾഫർ വയർ കത്തിച്ചോ സൾഫ്യൂരിക് ആസിഡിൽ നിന്നോ ഒരു ബന്ധവുമില്ലാത്ത പലരിൽ നിന്നും നിങ്ങൾക്ക് സൾഫർ ഡൈ ഓക്സൈഡിനെ ഉണ്ടാക്കാം. ബട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത് സൾഫർ ഡൈ ഓക്സൈഡിനെയാണെങ്കിൽ സൾഫറിൻ്റെ മാസം 32, ഓക്സിജൻ്റെ മാസം 32, അവർ തമ്മിലുള്ള റേഷ്യോ 32:32 or 1:1 എന്ന ഫിക്സഡ് റേഷ്യോ ആണ്. സെയിം കോമ്പൗണ്ട് always contains, according to law of definite proportion, same compound always contains same elements which combine together in the same fixed proportion by mass. മൂന്നാമത്തെ law of multiple proportion. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രപ്പോസ് ചെയ്തത് നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന മറ്റൊരു സയൻറ്റിസ്റ്റാണ് ജോൺ ഡാൾട്ടൺ. ഇതിൻ്റെ പേരിൽ പറയുന്ന പോലെ മൾട്ടിപ്പിളായ പ്രൊഡക്ഷൻ നടക്കുമ്പോഴുള്ള പ്രൊപ്പോർഷനാണ്. മൾട്ടിപ്പിളായ പ്രൊഡക്ഷനുകൾ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കാർബണും ഓക്സിജനും കൂടിച്ചേരുന്നതെന്ന് വിചാരിക്കും. കാർബണും ഓക്സിജനും കൂടിച്ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അതേപോലെ അവർ തമ്മിൽ കമ്പൈൻ ചെയ്ത് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഇതാണ് ഞാൻ മൾട്ടിപ്പിളായ കോമ്പൗണ്ടിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്നിട്ട് വാട്ടറും ഉണ്ടാക്കാം, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാക്കാം, H2O2 ഉണ്ടാക്കാം. രണ്ട് എലമെൻ്റ് കൂടിച്ചേർന്ന് ഒന്നിലേറെ കോമ്പൗണ്ട് ഉണ്ടാവുന്നു എന്ന് ചുരുക്കം. അങ്ങനെ ഒന്നിലേറെ കോമ്പൗണ്ട് ഉണ്ടാവുമ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇവിടെയും ഒരു കാർബണാണ്, ഇവിടെയും ഒരു കാർബണാണ്. ദാറ്റ് മീൻസ് കാർബണിൻ്റെ മാസ് ഇതിൽ രണ്ടിലും ഫിക്സഡ് ആണ്, 12 ഗ്രാം. ബട്ട് ഇവിടെ ഓക്സിജൻ്റെ മാസ് 16 ഗ്രാമാണ്. ഒരു ഓക്സിജനാണുള്ളത്, ഇവിടെ രണ്ടാളുണ്ട്, അതുകൊണ്ട് ഇയാളുടെ മാസ് 32 ഗ്രാമാണ്. അപ്പോൾ 12 ഗ്രാം കാർബൺ, 12 ഗ്രാം കാർബൺ, 16 ഗ്രാം ഓക്സിജനോട് ചേർന്ന് കാർബൺ മോണോക്സൈഡും 32 ഗ്രാം ഓക്സിജനോട് ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടായി. ഇതിൽ രണ്ടിലും കാർബണിൻ്റെ മാസ് സെയിം ആണ്, ഡിഫറൻ്റ് ആയത് ഓക്സിജൻ്റെ മാസാണ്. ഓക്സിജൻ്റെ മാസ് തമ്മിലുള്ള റേഷ്യോ നിങ്ങൾ പരിശോധിച്ചാൽ ആദ്യത്തേതിലത് 16ഉം രണ്ടാമത്തേതിലത് 32ആണ്. 16:32 or 1:2 എന്ന് നമ്മൾക്ക് കിട്ടും. 1:2, 2:3, 3:4. ഇതേപോലെ സിമ്പിൾ നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോവിനെ നമ്മൾ അതേ പേര് തന്നെ വിളിക്കും, സിമ്പിൾ റേഷ്യോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രണ്ട് എലമെൻറ്റ് കമ്പൈൻ ചെയ്ത് ഒന്നിലേറെ കോമ്പൗണ്ട് ഉണ്ടായാൽ അതിൽ ഒരാളുടെ മാസ് സെയിം ആയിരിക്കും. ആരുടെ മാസാണോ ഡിഫറൻ്റ് ആയിരിക്കുന്നത് ആ മാസ് തമ്മിലുള്ള റേഷ്യോ നിങ്ങൾ കണ്ടു നോക്കിയാൽ അതൊരു സിമ്പിൾ റേഷ്യോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുന്നു. ഹൈഡ്രജൻ്റെ മാസ് സെയിം ആണ് രണ്ടിലും, ഡിഫറൻ്റ് ആയത് ഓക്സിജൻ്റെ മാസാണ്. ഇത് തമ്മിലുള്ള റേഷ്യോ 1:2 ആണ്. അങ്ങനെ രണ്ട് എലമെൻറ്റ് കമ്പൈൻ ചെയ്ത് ഒന്നിലേറെ കോമ്പൗണ്ട് ഉണ്ടാവുമ്പോൾ, when two elements combine to form more than one compound, the different masses of one of the elements, different മാസുള്ള ഒരാൾ follows a simple ratio. അപ്പോൾ മറ്റേയാളോ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് ഡെഫിനിഷൻ ഒന്ന് നമ്മളവിടെ കട്ട് ചെയ്യും. ഡിഫറൻറ്റ് മാസസ് ഓഫ് വൺ ഓഫ് ദി എലമെൻറ്റ് വിച്ച് കമ്പൈൻസ് വിത്ത് ദ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ. ഫിക്സഡ് മാസുള്ള മറ്റേയാളോട് കമ്പൈൻ ചെയ്യുന്ന ഡിഫറൻറ്റ് മാസുള്ളയാൾ ഫോളോ ചെയ്യുന്നത് ഒരു സിമ്പിൾ റേഷ്യോ ആണ്. എളുപ്പത്തിൽ പറയാം ഡെഫിനിഷൻ ഒരിക്കൽ കൂടെ. when two elements combine to form more than one compound, രണ്ടുപേർ കമ്പൈൻ ചെയ്ത് ഒന്നിലേറെ കോമ്പൗണ്ട് ഉണ്ടായാൽ, the different masses of one of the element, different മാസുള്ള ഒരാൾ which combines with the fixed mass of the other, ഫിക്സഡ് മാസുള്ള മറ്റേയാളോട് കമ്പൈൻ ചെയ്യുന്ന ഡിഫറൻറ്റ് മാസുള്ള ഒരാൾ ഫോളോസ് എ സിമ്പിൾ റേഷ്യോ, ഒരു സിമ്പിൾ റേഷ്യോ ഫോളോ ചെയ്യും. റെഡിയാണല്ലോ? നമ്മളിത് വൈൻഡപ്പ് ചെയ്യുന്നു. ലോയുടെ പേര് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, പ്രപ്പോസ്ഡ് ബൈ ജോൺ ഡാൾട്ടൺ. According to law of multiple proportion, when two elements combine to form more than one compound, the different masses of one of the element which combines with the fixed mass of the other follows a simple ratio. ഇനി എക്സാമ്പിൾ പറയണമെങ്കിൽ ഇങ്ങനെ തന്നെ പറയാം. 12 gram carbon combines with 16 gram and 32 gram of oxygen to form CO and CO2 respectively. Here the ratio exists in between masses of oxygen equal to 16:32. That is equal to 1:2. It is a
സിമ്പിൾ റേഷ്യോ. ദെൻ നാലാമത്തെ ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യൂംസ് പ്രൊപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റിൻ്റെ പേര് ഗേ-ലു-സാക്ക്. സിമ്പിളായ ലോ ആണ്. അതിൻ്റെ പേരിൽ പറയുന്ന പോലെ ഗ്യാസിൻ്റെ വോള്യം തമ്മിലുള്ള ലോ. ഗ്യാഷ്യസ് വോള്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട റിയാക്ഷനിൽ പങ്കെടുക്കുന്നവരെല്ലാം ഗ്യാസ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ H2 ഗ്യാസ് പ്ലസ് ക്ലോറിൻ Cl2 ഗ്യാസാണ്, ഗേവ്സ് 2HCl, അയാളും ഗ്യാസാണ്. HCl എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണെന്ന് വിചാരിക്കരുത്. ഹൈഡ്രജനും ക്ലോറിനും കൂടി ചേർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവുക ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന ഗ്യാസാണ്. ആ ഗ്യാസിന് ലിക്വിഫൈ ചെയ്താണ് നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എന്ന ഗ്യാസും ക്ലോറിൻ എന്ന ഗ്യാസും കൂടി ചേർന്ന് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടായി. ദാറ്റ് മീൻസ് ഗ്യാസ് കമ്പൈൻ ചെയ്ത് ഗ്യാസ് തന്നെ ഉണ്ടായി. ഇവിടെ ഒരൊറ്റയാളായതുകൊണ്ട് ഞാൻ ഇയാളുടെ വോള്യം 1 വോള്യം എന്നെടുക്കുന്നു. 1 വോള്യം എത്രയാവാം? ഇറ്റ് മേ ബി 1 ലിറ്റർ ആവാം, 100 ലിറ്റർ ആവാം, 22.4 ലിറ്റർ ആവാം. 1 വോള്യം, അത്രയാണ് ഉദ്ദേശിച്ചത്. ഒരാൾക്ക് നിൽക്കാൻ 1 വോള്യം വേണമെങ്കിൽ അടുത്ത ഒരാൾക്ക് നിൽക്കാനും 1 വോള്യം തന്നെ വേണ്ടി വരും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഈക്വൽ വോള്യൂംസ് ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോൾസ്. ഒരേ വോള്യത്തിൽ ഒരേ നമ്പർ ഓഫ് മോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരേ നമ്പർ ഓഫ് മോൾസിന് നിൽക്കാൻ വേണ്ടതും ഒരേ വോള്യമാണ്. 1 മോളിന് 1 വോള്യം, അടുത്ത 1 മോളിന് 1 വോള്യം, ദർഫോർ 2 മോളിന് 2 വോള്യം വേണം. അങ്ങനെയാണെങ്കിൽ ഹിയർ വോള്യൂംസ് ഓഫ് H2 ഈസ് ടു Cl2 ഈസ് ടു HCl നമ്മൾ കണ്ടുപിടിക്കുന്നു. റിയാക്റ്റൻറ്റിൻ്റെ വോള്യവും പ്രൊഡക്റ്റിൻ്റെ വോള്യവും തമ്മിലുള്ള റേഷ്യോ എടുത്താൽ നമ്മൾക്ക് കിട്ടുക സിംപ്ലി 1:1:2 എന്ന നമ്മൾ അല്പം മുമ്പ് പറഞ്ഞ എന്ത് റേഷ്യോ ആണ്? സിമ്പിൾ റേഷ്യോ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഗ്യാസ് കമ്പൈൻ ചെയ്ത് ഗ്യാസ് തന്നെ ഉണ്ടായാൽ റിയാക്റ്റൻറ്റിൻ്റെ വോള്യവും പ്രൊഡക്റ്റിൻ്റെ വോള്യവും തമ്മിലുള്ള റേഷ്യോ ഒരു സിമ്പിൾ റേഷ്യോ ആണ്. ഇതാണ് ഗേ-ലു-സാക്ക് പറഞ്ഞത്. വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗ്യാഷ്യസ് പ്രോഡക്റ്റ്, then the ratio existing between volumes of reactants and products will be a simple ratio. ഒരിക്കൽ കൂടെ, when gases combine to form gaseous product, ഗ്യാസ് കമ്പൈൻ ചെയ്ത് ഗ്യാസിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടായാൽ the ratio exists in between volumes of reactants and products. റിയാക്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും വോള്യത്തിനിടയിൽ നിലനിൽക്കുന്ന റേഷ്യോ വിൽ ബി എ സിമ്പിൾ റേഷ്യോ. അതൊരു സിമ്പിൾ 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഒരിക്കൽ കൂടെ, ലോയുടെ പേര് ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യൂംസ് പ്രൊപ്പോസ്ഡ് ബൈ ഗേ-ലു-സാക്ക്. According to law of gaseous volumes, when gases combine to form gaseous products, then the ratio existing between volumes of reactants and products will be a simple ratio. For example, consider the reaction H2 plus Cl2 gives 2HCl. Here the ratio existing between volumes of H2, Cl2 and HCl is equal to 1:1:2. It is a simple ratio. ഈ 4 ലോസ് ആണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ്റെ ഭാഗമായി നമ്മൾക്ക് പഠിക്കാനുള്ളത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആൻഡ് ലോ ഓഫ് ഗ്യാഷ്യസ് വോള്യൂംസ്. ഇത് 4ഉം കൂടാതെ NCERTയുടെ ഒഫീഷ്യൽ ടെക്സ്റ്റ് ബുക്കിൽ 5ാമതൊരു ലോ കൂടെയുണ്ട്. അതിൻ്റെ പേരാണ് അവഗാഡ്രോസ് ലോ. നിങ്ങളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചു പോയിട്ടുണ്ട്. അവഗാഡ്രോസ് ലോ ഒരു മാറ്റവുമില്ലാതെ നമ്മൾ 5ാമത്തെ ചാപ്റ്ററായ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ഡിസ്കസ് ചെയ്യും. 2-ൽ ഒരു ചാപ്റ്ററിലേ നമ്മളത് പഠിക്കേണ്ടതുള്ളൂ. ഒന്നുകിൽ അവിടെ നിന്ന് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒഴിവാക്കണം. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നമ്മളത് ബോയിൽസ് ലോ, ചാൾസ് ലോ തുടങ്ങിയ ലോകൾക്കൊപ്പം പറഞ്ഞ് ഐഡിയൽ ഗ്യാസ് എന്ന കോൺസെപ്റ്റിലേക്ക് പോകാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മളത് മാറ്റിവെക്കുന്നു. ബാക്കി 4 ലോയും ഭംഗിയായി പഠിക്കുക. 4 ലോസിൻ്റെ പേര്, അത് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റുകൾ, ആ ലോയുടെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ, അവരുടെ എക്സാമ്പിൾ, ഇത്രയും ഭാഗം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.